ഭാഷാപരമായ അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. വേഷത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ഭക്ഷണ രീതികളിൽ പോലും വൈവിധ്യങ്ങളും വ്യതിരിക്തതകളുമുള്ള ലോകത്തെ ഏറ്റവും മനോഹരമായ വൈവിധ്യങ്ങളുടെ സംഘാതമാണ് ഇന്ത്യ. പക്ഷേ ഇന്ത്യയെ വ്യത്യാസപ്പെടുത്തുന്നത് ഈ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളോ ഭാഷ, ദേശ, വേഷങ്ങളുടെ വൈവിധ്യങ്ങളോ അല്ല. അത് പ്രത്യേകതയാണെങ്കിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മൾ ഈ ദിവസത്തിൽ ഒരുമിച്ച് കൂടാൻ കാരണമായ ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ആ രാജ്യത്തിൻ്റെ ഭരണഘടന അങ്ങനെ രൂപീകൃതമാകും. ഇന്ത്യ പെട്ടെന്നുണ്ടായ ഒരു എന്താ പറയുക, ഒരു ദിവസത്തിന് പിറ്റേ ദിവസം ഇന്ത്യ ഒരു രാജ്യമായി പ്രഖ്യാപിച്ചതല്ല. അതിൻ്റെ രൂപപ്പെടലിൻ്റെ പിന്നിൽ നീണ്ടു നിൽക്കുന്ന സമരങ്ങളുടെ, സഹന സമരങ്ങളുടെ, പ്രതിരോധങ്ങളുടെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഇന്ത്യ എന്നൊരാശയം രൂപപ്പെടുന്നത്. ഇന്ത്യ കേവലമായ സാങ്കല്പികമായ അതിർത്തി രേഖകൾക്കിടയിലുള്ള കുറച്ച് മണ്ണല്ല. ഇന്ത്യ ഈസ് എ മെസ്സേജ്, അതൊരാശയമാണ്. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാൾ ഇന്ത്യ മികച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ തൊട്ടടുത്ത രാജ്യമായ പാകിസ്ഥാനിൽ ഉള്ള ജനസംഖ്യയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ സ്റ്റേറ്റായ UP-യിൽ ജനസംഖ്യയുണ്ടെന്ന് നിങ്ങൾ അത്ഭുതത്തോടെ അറിയുക. യൂറോപ്പിലെ പല രാജ്യങ്ങളുടെയും ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷനേക്കാൾ കൂടുതൽ മഹാരാഷ്ട്രയിൽ പോപ്പുലേഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയുക. അപ്പോൾ മനുഷ്യസമ്പന്നത കൊണ്ട്, അതിൻ്റെ ആശയദാർഢ്യത കൊണ്ട്, ഇന്ത്യയുടെ ഭരണഘടന കൊണ്ട് ലോകത്തെ സമുജ്വലമായ ഒരു രാജ്യമായി ഇന്ത്യ മാറി. പക്ഷേ ഇന്ന് ഏറ്റവും ആവേശകരമായ സ്വീകരണങ്ങൾ നിങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ പ്രധാനമന്ത്രി റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 7000 ആളുകൾ ഒരു ദിവസം പട്ടിണി കൊണ്ട് മരിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? 25 ലക്ഷം ജനങ്ങൾ ഇപ്പോഴും കുടിലില്ലാതെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. മുംബൈയുടെ റൊട്ടി നിർമ്മാണശാലകളിലെ കരിമ്പുകയേറ്റ് പിടയുന്ന ആളുകളുടെ രാജ്യമാണ് ഇന്ത്യ. രാജസ്ഥാനിലെ മാർബിൾ ക്വാറികളിൽ ശരീരം വിണ്ടുകീറി കരയുന്നവൻ്റെ രാജ്യമാണ് ഇന്ത്യ. മീററ്റിലെയും സൂററ്റിലെയും പട്ടുനൂൽ വ്യവസായ കേന്ദ്രങ്ങളിൽ, തുണിമില്ലുകളിൽ, പൂട്ടു വ്യവസായ കേന്ദ്രങ്ങളിൽ പുഴുക്കളെപ്പോലെ അലറുന്നവൻ്റെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഈ ജനാധിപത്യ മതേതരത്വ രാജ്യത്തിൻ്റെ അഭിമാനമാണ് നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇന്ന് സംസാരിച്ചു തീർത്തത്. പക്ഷേ ഈ രാജ്യം ഇങ്ങനെ ഒരു സന്ദേശമായി രൂപപ്പെടുന്നതിൻ്റെ പിറകിലുണ്ടായ ചാലകശക്തികളെ ചരിത്രത്തിൽ നിന്നും മാറ്റിത്തിരുത്തുന്ന അതീവ ദുഷ്കരമായ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ അതിന് ഗവേഷണം നടത്തി ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വലമായ ചരിത്രങ്ങളെ മാറ്റാൻ വേണ്ടി ശ്രമം നടക്കുകയാണ്. അയോധ്യ കഴിഞ്ഞ്, ഗ്യാൻ വാപി കഴിഞ്ഞ്,